ഒന്ന് ചീര വലിച്ച് നമുക്കൊന്ന് വറുത്ത് കഴിക്കാം. ഞങ്ങൾക്ക് ഒരു നേരം കറി വെക്കാനുള്ള ചീര കിട്ടിയിട്ടുണ്ട്. ചീര വെട്ടിയെടുക്കുമ്പോൾ ഫുള്ളും തണ്ടങ്ങോട്ട് മുറിച്ചെടുക്കരുത് കേട്ടോ, ഇനി അത് തെഴുത്ത് വരും. ഒരു മുറം ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനൊന്ന് വറുത്ത് കഴിക്കാം. കുറച്ച് ചെറിയുള്ളി തൊലിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീരയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ച ഉള്ളിയും മുളകും ഒരു വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, അത് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വഴഞ്ഞ ശേഷം ചീര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചീരൻ്റെ ഒപ്പം ഇട്ട് കൊടുത്താൽ മതിട്ടോ. നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീര അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, തനിയെ വെള്ളമാകും. ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പിട്ട ശേഷം മൂടി വെക്കാം കേട്ടോ. 1.5 സ്പൂണ് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഇടാം. 1.5 സ്പൂൺ മതിയാവും. ഇനി നമുക്കതിനങ്ങനെ അങ്ങോട്ട് മൂടി വെക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഇപ്പോൾ ഒരു നുള്ളിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകുണ്ട് എങ്കിലും ഒരു നുള്ളിൽ കുരുമുളകും ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇങ്ങനെ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീരക്കറി ചീര വഴറ്റിയത് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്.